മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജോയ് മാത്യു എന്ന വ്യക്തി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എഴുതിയ ഒരു വാട്സപ്പ് സന്ദേശമാണ്. ക്രിസ്ത്യാനികൾ മറ്റുള്ളവർക്ക് കുരിശാകരുത്, സ്വയം കുരിശാകുകയാണ് വേണ്ടത്. ആദ്യം മുക്കിലും മൂലയിലും ചെറുതും വലുതുമായ കുരിശുകൾ സ്ഥാപിക്കും. പിന്നെ ഒരു രൂപക്കൂട് വരും. അതിനോട് ചേർന്ന് ഒരു ഭണ്ഡാരപ്പെട്ടി, മെഴുകുതിരി സ്റ്റാൻഡ്, തുടർന്ന് ഒരു ചെറിയ ഷെഡ്, അതിന് പ്രാർത്ഥനാലയം എന്ന് പേര്. പിന്നീടാണ് അത് കോടികൾ ചിലവഴിച്ച് പള്ളിയാക്കുക. വെഞ്ചരിക്കൽ കർമ്മത്തിന് മന്ത്രി പുങ്കവന്മാർ തുടങ്ങി ന്യായാധിപന്മാർ വരെ വന്നെന്നിരിക്കും. ഇനി പള്ളി പൊളിക്കാൻ വരുന്നവനെ കാണട്ടെ എന്ന ഹുങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരണേ എന്ന പ്രാർത്ഥന തുടങ്ങുകയായി. സ്വന്തമായി ഒരു കൂരയോ ഒരു സെന്റ് ഭൂമി പോലുമോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ബുദ്ധിമുട്ടുന്നിടത്താണ് മതത്തിന്റെ പേശീബലത്തിൽ മതമാഫിയകൾ ഏക്കറുകൾ കൈവശപ്പെടുത്തുന്നത്. 5 or 10 പേർ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, പിന്നെ അതൊരു സഭയായി മാറുക. നമ്മുടെ നാട്ടില് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക കൃഷിയാണിത്. ശരിയായ വിശ്വാസി ഈ കൃഷിയിൽ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രി ഇത്തരം കുരിശു കൃഷി സംരക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? മതചിഹ്നങ്ങൾ വെച്ചുള്ള കയ്യേറ്റങ്ങൾ അത് ഏത് മതത്തിൻ്റെതായാലും തിരിച്ചു പിടിക്കാനുള്ള ആർജവം കാണിക്കുന്ന നട്ടെല്ലുള്ള ഒരു ഗവൺമെന്റിനെയാണ് വിവരവും വിദ്യാഭ്യാസവുമുള്ള പുതുതലമുറ ആഗ്രഹിക്കുന്നത്. കുരിശു നാട്ടിയ ഭൂമി തിരിച്ചുപിടിച്ച ഗവൺമെന്റ് നിലപാടിനെ സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട ബിഷപ്പ് ജി വർഗീസ് മാർ കൂറിലോസിന് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന കേരള ജനതയുടെ ആദരവ്. എല്ലാ മതമേധാവികളും ഈ മാതൃക പിന്തുടർന്നിരുന്നു എങ്കിൽ ഈ നാട് എപ്പോഴേ നന്നായേനെ. ഓർക്കുക, ക്രിസ്ത്യാനി മറ്റുള്ളവർക്ക് കുരിശാകരുത്, സ്വയം കുരിശാകുകയാണ് വേണ്ടത്. ധന്യമായിട്ടുള്ള ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ആ മീറ്റിങ്ങില് ഒരു ഹിന്ദു സന്യാസിയും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം ഹിന്ദുക്കൾ കയ്യേറാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ധാരാളം അച്ഛന്മാരുണ്ടായിരുന്നു. അച്ഛന്മാർ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പ്രസ് കോൺഫറൻസ് നടത്തുകയും ചെയ്തു. മതവിശ്വാസവും മതചിഹ്നവുമുള്ള സ്ഥലങ്ങളെ ഗവൺമെന്റ് തിരിച്ചു പിടിക്കുമ്പോഴത്തേക്കും മതം വ്രണപ്പെടുത്താതിരിക്കാൻ നോക്കണം. പ്രത്യാശയുടെ ചിഹ്നമായ കുരിശ് വെച്ച് കയ്യേറല എളുപ്പം. വേദത്തിനെ കയ്യേറലും യേശുക്രിസ്തുവിനെ വെച്ച്, ആചാരങ്ങളെ കയ്യേറല് കാവിയുടുത്ത് രുദ്രാക്ഷമിട്ട അച്ഛന്മാരിലൂടെ, പുരാണങ്ങളെ കയ്യേറല് പുരാണം അറിയാത്ത ഹിന്ദുവിന്റെ നെഞ്ചത്ത് ചവിട്ടാനുള്ള അവകാശമായിട്ട്, ആചാരങ്ങളും ഗ്രന്ഥങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം കയ്യേറുന്ന കൂട്ടത്തില് പ്രത്യക്ഷമായിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഭൂമി കയ്യേറലും ഈ ലോകത്തിലെ എല്ലായിടത്തും ക്രിസ്ത്യാനികൾ ചെയ്ത മാതിരി അതാത് പ്രദേശത്തെ ജനങ്ങളെ ഉന്മൂലനം ചെയ്തിട്ടാണ് ഓസ്ട്രേലിയയില് ക്രിസ്ത്യാനികൾ ആധിപത്യം സ്ഥാപിച്ചത്, ആഫ്രിക്കയിൽ ആധിപത്യം സ്ഥാപിച്ചത്. അവിടുത്തെ ജനതയെ 62 വർഷം കൊണ്ട് ഉന്മൂലനം ചെയ്തിട്ട് യൂറോപ്പ് മൊത്തം കലക്കിയ ക്രിസ്ത്യാനികള് അവിടുത്തെ ജനതയെ ഉന്മൂലനം ചെയ്തിട്ട് അവിടുത്തെ മതത്തിൽ നിന്ന് പലതും എടുത്ത് അവിടെയുള്ളവരെ കുളം തോണ്ടിയാണ് ക്രിസ്തുമതം പ്രചരിച്ചത്. ധന്യതയിൽ ക്രിസ്തുമതം പ്രചരിച്ചിട്ടില്ല, നന്മയുടെ പേരിൽ പ്രചരിച്ചിട്ടില്ല. പുറത്ത് സേവനവും വിദ്യാഭ്യാസവും ആശുപത്രിയും സഹകരണവും, അകത്ത് മതപരിവർത്തനം മാത്രം. കള്ളച്ചിരിയോടുകൂടി മദർ തെരേസ പറഞ്ഞമാതിരി 29,000 പേർക്ക് സെന്റ് പീറ്ററിന്റെ ടിക്കറ്റ് ഞാൻ കൊടുത്തു എന്ന്, അതായത് 29,000 പേരെ ചികിത്സയുടെ പേരില് സേവനത്തിന്റെ പേരിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവരെ ക്രിസ്ത്യാനികളാക്കിയിട്ടാണ് മരണത്തിന്റെ വാതിൽക്കൽ കൂടി യഥാസമയം കടത്തിവിട്ടത് എന്നുള്ള ആ ഭംഗിയായിട്ടുള്ള അവരുടെ വരികളെ കേൾക്കുമ്പോൾ ഓർമ്മിക്കുക, ഇതിന്റെ എല്ലാത്തിൻ്റെയും പുറകിൽ കയ്യേറ്റമാണ്. ഇന്റലക്ച്വൽ കയ്യേറ്റം, അക്കാഡമിക് കയ്യേറ്റം, സോഷ്യൽ കയ്യേറ്റം, സൈക്കോളജിക്കൽ കയ്യേറ്റം, മെന്റൽ കയ്യേറ്റം, ഫിനാൻഷ്യൽ കയ്യേറ്റം, ബിസിനസ് കയ്യേറ്റം, അതുപോലെ തന്നെയാണ് ലാൻഡ് കയ്യേറ്റം, അതുപോലെ വൃക്ഷങ്ങളുടെ കയ്യേറ്റം, വേദത്തിന്റെ കയ്യേറ്റം, ആചാരങ്ങളുടെ കയ്യേറ്റം, എല്ലാം കയ്യേറ്റം കൊണ്ട് ഈ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്ത് ഇതിനകത്ത് പുതിയൊരു സംസ്കാരം കൊണ്ടുവരാൻ 252 വർഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും പിന്നെ ഇംഗ്ലീഷുകാരും ശ്രമിച്ചിട്ട് നടന്നില്ല.
മുസ്ലിങ്ങളെ ഏതെല്ലാം രാജ്യത്തിൽ ആക്രമിച്ച് കയറിയോ അവിടെ എല്ലാം മുസ്ലിം രാജ്യമാക്കിയിട്ടുണ്ട്. ഭാരതത്തിന്റെ 2 കഷ്ണത്തെ മാത്രമാണ് അങ്ങനെ ആക്കാൻ സാധിച്ചത്. ബംഗാളിന്റെ മുറിവേറ്റ ബംഗ്ലാദേശും അതുപോലെ രാജസ്ഥാന്റെയും നമ്മുടെ ഉജ്ജ്വലമായിട്ടുള്ള പുരുഷപുരായും പേഷ്വാറും എല്ലാം നിലനിന്നിരുന്ന രജപുത്രരുടെ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനും അവർക്ക് ഇസ്ലാമീകരിക്കാൻ സാധിച്ചു. ഭാരതത്തെ ഇസ്ലാമീകരിക്കാൻ സാധിച്ചില്ല. അതിന്റെ പ്രതിഷേധമാണ് കത്തി കാളിയിട്ട് ഈ ഭാരതത്തെ തീവ്രവാദത്തിലൂടെ നശിപ്പിക്കാനായിട്ട് 2 മതങ്ങൾ ശ്രമിക്കുന്നത് എന്ന് കൂടി ഓർമ്മിക്കട്ടെ. ജോയ് മാത്യുവിന്റെ വരികൾ വളരെ നന്നായി. പ്രണാമം, നമസ്കാരം.